അത്രയേറെ പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ്. മാത്രമല്ല ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഷൈൻ സാർ പറഞ്ഞു നമുക്ക് ഭക്ഷണം ഇതൊക്കെ എല്ലാം സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി തന്നു, ഗ്രൗണ്ടും ഇതൊക്കെ ചെയ്തു തന്നു എന്നുള്ളത്. അത് നാളെ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്നും ഇനി അടുത്ത പരിപാടി നിങ്ങളുടെയൊക്കെ സ്കൂളിലോ അവിടെ ഇത്തരം സൗകര്യങ്ങൾ മാത്രമല്ല ബിരിയാണി അടക്കം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ചെയ്യോ? ചിലരുടെ മുഖത്ത് ചെറിയൊരു നീരസഭാവങ്ങൾ കാണാനുണ്ട്. ഒന്നിത് നല്ല മഴയാണ്, രാവിലെ വന്നതാണ്, ചിലർക്ക് വിശക്കുന്നുണ്ടാവും, ഒന്നിത് തീർത്തിട്ടുണ്ടെങ്കിൽ വേഗം പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞതിൻ്റെ പ്രാധാന്യം ഒരു യുവതലമുറയുടെ വെറുതെ വിദ്യാഭ്യാസം കൊടുത്ത് കുറേ തടിമാടന്മാരെ അല്ലെങ്കിൽ തടിയന്മാരായ കുട്ടികളെ സൃഷ്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അവർക്ക് ആ പുതുതലമുറയ്ക്ക് സർവ്വതോന്മുഖമായ വളർച്ചയുണ്ടാവണമെങ്കിൽ അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു കൺസേൺ ആരിൽ ആദ്യം ഉണ്ടായത്? സ്വന്തം അച്ഛനമ്മമാരിൽ മാത്രമല്ല, ഏറ്റവും ആദ്യം സർക്കാരിൽ തന്നെ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിൽ തന്നെ ഇതുണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ടാണല്ലോ നിങ്ങളെ സ്കൂൾ ബസ്സിലുള്ള ഡ്രൈവർമാരായും അവർക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകൾ വെക്കാനൊക്കെ പറഞ്ഞത്. കുറച്ച് വർഷങ്ങളായി ഗവൺമെൻറ് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഈ സ്കൂൾ ബസ്സുകളും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടി വളരെയേറെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് നാൾ പോയി, പിന്നീട് ഇത് മാത്രം പോരാ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവരെ ഇങ്ങനെ വിട്ടാൽ പോരാ, അവർക്കൊക്കെ കുറച്ച് ക്ലാസ്സും കൂടി കൊടുത്തെങ്കിലേ ശരിയാവും എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് പിന്നീട് ഓരോ വർഷവും കൃത്യമായി ക്ലാസ്സും കൊടുക്കാൻ തുടങ്ങിയത്. അത് സ്കൂൾ ബസ് ഡ്രൈവർമാർ, സ്കൂളിലുള്ള ബസ്സുകളുടെ നോഡൽ ഓഫീസർമാർ, സ്കൂൾ ആയമാർ, ഇവർക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്ന സുരക്ഷയുടെ കാര്യത്തിൽ, റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രാധാന്യം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെയാണ് വണ്ടികളിൽ മറ്റ് വാഹനങ്ങളിലെ പോലെ തന്നെ നമ്മൾ നിങ്ങളുടെ സ്കൂൾ ബസ്സുകളിൽ സ്പീഡ് ഗവർണർ നിർബന്ധമാക്കി. ഒന്നാം ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, സാധാരണ പോയതല്ല, സ്പീഡ് ഗവർണർ വന്നു. പിന്നീടാണ് സുരക്ഷാമിത്ര ഒരുക്കിയത്. സുരക്ഷാമിത്രയിലാണ് നമ്മുടെ ആ പുതിയ ആപ്പൊക്കെ കൊണ്ടുവന്ന് ഏതൊരു രക്ഷിതാവിനും തൻ്റെ കുട്ടി ഏത് ബസ്സിൽ എങ്ങനെ പോകുന്നു, എവിടെ എത്തി, വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു, അതിൻ്റെ ലൊക്കാലിറ്റിയൊക്കെ GPS സംവിധാനം വഴി തൊട്ടറിയാനെന്ന് പറഞ്ഞാൽ സ്വന്തം വിരൽത്തുമ്പിൽ തൊട്ടറിയാനുള്ള സംവിധാനം ഒരുക്കി ആ ആപ്പ് ഏതാനും 1-2 വർഷമായിട്ട് അത് ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതെന്തിനാണ് അത്തരത്തിലുള്ള ഒരു സൗകര്യം ഒരുക്കിയത്? അവിടേക്ക് ഓർക്കുക, കുഞ്ഞുങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ളതാണ്. ഇപ്പോഴിതാ പുതിയതായി വീണ്ടും ഒരു അഡീഷണലായിട്ട് വീണ്ടും നിങ്ങൾക്ക് പുതിയൊരു പണി കൂടി തന്നിരിക്കുന്നു. ക്യാമറകൾ വേണം. ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വാഹനങ്ങളിലൊക്കെ മുഴുവൻ ക്യാമറയുണ്ടോ? സാധാരണ ബസ്സുകളിലൊക്കെ 3 ക്യാമറ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ബസ്സിന് എത്ര വേണമെന്ന് പറഞ്ഞിരിക്കുന്നു? 4 എണ്ണം വേണമെന്നിട്ടുണ്ട്. എന്ത് പണ്ടാരത്തിനപ്പം ഇതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം അത്രയുണ്ട്, പിന്നെ എന്തിനാ നമുക്ക് 4 എന്ന് പറയുന്നത്? എന്തിനാ 4? നിങ്ങൾ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഈ ബസ്സുകളിലും വാഹനങ്ങളിലൊക്കെ ക്യാമറ വെക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളത്? 99% ഗുണം. തരികിട ടീമിന് മാത്രമേ എന്ത് തോന്നുള്ളൂ, അത് മോശമാണെന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ കാര്യങ്ങൾ എന്താണ് മനസ്സിലാകുന്നത്? ഗവൺമെൻറ് എന്ന് പറയുന്നത്, നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സർക്കാരിനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കേട്ടോ, നമ്മുടെ സ്വന്തം സംസ്ഥാനത്തെ യുവതലമുറയുടെ സുരക്ഷയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്രത്തോളം ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ടീം എന്നുള്ള നിലയിൽ ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അതിന് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ വഴിയിലൊക്കെ നിങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും നീരസം തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അതല്ല സത്യം. നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ആരോടും ഒരു തരത്തിലുള്ള നീരസോ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ കിട്ടുന്നു, ഞങ്ങളത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സ്പീഡ് ഗവർണർ, GPS, ഇതൊക്കെ പണം ചെലവാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചില സ്ഥാപനങ്ങൾക്ക് പരിമിതികളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്.
പ്രത്യേകിച്ച് തന്നെ ഈ മാനേജ്മെൻറ്റ് സ്കൂളിൽ അവർക്ക് കുറച്ചെങ്കിലും ഫണ്ട് അവർക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റിയിരിക്കും. പക്ഷെ സർക്കാർ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ വലിയ പാട് തന്നെയാണ്. അറിയാം കാര്യങ്ങൾ എന്താണെന്ന്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഫീസോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൻ്റെ ഫീസോ കൊടുക്കുന്നതിന് സ്വമേധയാ തയ്യാറാവുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. ഇതിൽ രക്ഷിതാക്കളില്ല എന്ന് കരുതുന്നു. ഞാനതുകൊണ്ടാണ് അവരെ കുറിച്ചിട്ട് അവരെ നല്ല രീതിക്ക് പറയുന്നത്. നിങ്ങൾ ഇതിൽ സ്കൂളിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ച, അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ച, പിന്നെ ഈ ആവശ്യത്തിന് പണം മുടക്കാനുണ്ടാകുന്ന ഇതുപോലുള്ള അടിക്കടി 4 ക്യാമറ വേണം, GPS വേണം, സ്പീഡ് ഓർഡർ വേണം, ഇതൊക്കെ വർഷാവർഷം കാലിബ്രേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള ചിലവുകളിലൊക്കെ പലരും ബുദ്ധിമുട്ടുന്നതായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാലും അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ പാടുള്ളതല്ല. അങ്ങനെയാണ് സർക്കാരിൻ്റെ ഉത്തരവും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്തകളും വിചാരങ്ങളും പ്രവർത്തികളും ഒക്കെ. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു സംരംഭത്തിന് വന്നിരിക്കുന്ന നിങ്ങൾ കുറച്ച് പേരെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അല്പസമയം കൂടിപ്പോയി, എന്നിരുന്നാലും നിങ്ങൾ അല്പം ക്ഷമയോടുകൂടി ഇന്നൊരു ദിവസത്തേക്ക് ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇതിൽ പങ്കെടുക്കേണ്ടത്. വിശദമായിട്ടുള്ള ക്ലാസ് സുമേഷ് MV സാർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചും പറയാറുള്ളത്, എപ്പോഴും കണ്ടുവരാറുള്ള ഒരു കാര്യമാണ്, ഞാൻ ചുരുക്കി 2-3 കാര്യങ്ങൾ ഞാൻ എൻ്റെ കണ്ണിൽപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ അധികവും കുട്ടികളെ അധികവും ശരിക്കുള്ള പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ നിർത്തുക. മറ്റ് സാധാരണ ബസ്സുകളൊക്കെ പോകുന്ന ബസ് സ്റ്റോപ്പുകളിൽ നിർത്തിക്കൊണ്ട് ആ ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് കുട്ടികളെ കയറ്റുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ അസൗകര്യം ഉണ്ടാക്കുന്നു. വളരെ അപകടകരമായ ഒരു സാഹചര്യമായിരിക്കും അവിടെ. പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പിൽ നിന്നും അല്പം മാറി നല്ല സ്ഥലമുള്ള ഒരു സ്ഥലത്തേക്ക് 10-50 മീറ്റർ ദൂരത്തേക്ക് മാറി അങ്ങനെ നിൽക്കാൻ വേണ്ടി പറയാം. കാരണം കുട്ടികൾക്ക് അവിടെ നിൽക്കാം, മറ്റു യാത്രക്കാർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, ബസ് സ്റ്റോപ്പിലല്ലേ ബസ് നിർത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തുക. പിന്നെ റോങ് സൈഡിൽ നിർത്താതിരിക്കുക, പിന്നെ വളവുകളിൽ നിർത്താതിരിക്കുക, ജംഗ്ഷനുകളിൽ നിർത്താതിരിക്കുക. ഇതൊക്കെ പക്ഷേ വളരെയേറെ കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണതയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ അപകടകരമാണെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നരയമ്പാറ ഏറ്റവും ഡേഞ്ചറസ് ആണ്. നമ്മളിപ്പോൾ ജില്ലയിൽ ഏറ്റവും അപകടകരമായ ഒരു സാധനം, ഒരു ബ്ലാക്ക് സ്പോട്ടാണ് മാറിയിരിക്കുകയാണ് ഈ നരയമ്പാറ എന്ന സ്ഥലം. അപ്പോൾ ഈ ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരേക്കോ പയ്യന്നൂരേക്കോ കോഴിക്കോടേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ, ബസ്സുകൾ പോകുന്ന വേഗതയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ഒരു സ്റ്റോപ്പിൽ നിന്നും ആളെ പെറുക്കിയെടുത്ത് ഓടാനുള്ള വേഗതയിലായിരിക്കും അവർ പോകുക. അവർക്ക് കണ്ണിലും മുന്നിലും പിന്നിലും ഒന്ന് എന്താ പറയുക, ഒരു ലഗാനും ഇല്ലാത്ത പോക്കായിരിക്കാം അവർ പോവുക. അപ്പോൾ ആ സമയത്ത് ഈ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റാൻ വേണ്ടി അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിടുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളും ആകുമ്പോൾ നിങ്ങളതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? ചിലരെങ്കിലും കാണും. പക്ഷേ അത് ഇനി മുതൽ അത് പാടില്ല. ദയവേദിട്ട് അത്തരത്തിൽ സ്കൂൾ ബസ്സുകളിൽ നിന്നും ബസ്സുകളിൽ ഈ പ്രധാന സ്റ്റോപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ വേണ്ടി പറയാം. കുട്ടികൾ എന്തായാലും നിങ്ങൾ തന്നെയല്ലേ എടുക്കില്ല, അവർക്ക് എന്തായാലും വാഹന സൗകര്യം കിട്ടും. അതുകൊണ്ട് അത് പറഞ്ഞിരിക്കുക. അതുപോലെ ആയമാരാണ് ഈ കുട്ടികളെ, ആയമാരുടെ തെറ്റുകൊണ്ടും നമ്മുടെ കുരുന്നുകളുടെ ജീവൻ പോയിട്ടുണ്ട്. കാരണം ബസ്സുകൾ മുന്നിലൂടെയൊക്കെ കുട്ടികളെ കടത്തി വിടുക, ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് എടുക്കുക, അല്ലെങ്കിൽ പിന്നോട്ടേക്ക് ഇളകി പോവുക, അത്തരത്തിലുള്ള ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മറ്റേ റോഡ് മുറിച്ച് കടത്താൻ വേണ്ടിയിട്ട് അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ ആയമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കയ്യിലും ഒക്കെ ഒരുപാട് ബാഗും കെട്ടുമായി കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റാത്ത രീതിക്ക് പോകുന്ന ഒരു രീതി, അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഞാൻ വിശദമായിട്ട് എന്തായാലും സുമേഷ് സാർ ക്ലാസ് എടുക്കും. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള 2 കാര്യം പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ ഇത്രയും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെയേറെ നന്ദിപൂർവ്വം നിങ്ങളെ ഓർക്കുകയാണ്. ഞാൻ അതിൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഇരിട്ടി സബ് ഓഫീസിൻ്റെയും പേരിൽ അതിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഈ ക്ലാസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് മുഹമ്മദ് ഷബീർ സാറിനെ ഞാൻ ഇവിടെ ക്ഷണിച്ചോളൂ. രാജീവൻ സർ, സ്വാഗത ഭാഷകൻ സുനിൽകുമാർ സർ, ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള സുമേഷ് സർ, മൗണ്ട് ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ വെഹിക്കിൾ മാനേജർ ഷബീർ ഹുസൈൻ സർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഡ്രൈവർമാരും ഹെൽപ്പർമാരുമായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ RTOയിലെ മറ്റുദ്യോഗസ്ഥർ, എല്ലാവർക്കും കരുണാവാരിധിയായ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ സുരക്ഷിത വിദ്യാരംഭം 2025
ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടി കുറച്ച് വൈകിപ്പോയതിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ പരിപാടി നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളൊക്കെ അവിടെ ഓൾറെഡി അറേഞ്ച്ഡാണ്. നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായി നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിനായി സുമേഷ് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതൊരു പഠന ക്ലാസ് അല്ല. നമ്മള് നിത്യജീവിതത്തിൽ കാണുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുക, അപകടങ്ങൾ കുറയ്ക്കാൻ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം സ്കൂൾ ബസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി എന്തൊക്കെ ചെയ്യാം എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ മോട്ടോർ വാഹന വകുപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത കുറെ വീഡിയോസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്വയം വിലയിരുത്തുക, നമ്മൾ ഈ തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കുക. മാഷെ നിങ്ങൾ അറിയുന്നു. ഈ വീഡിയോ നമ്മൾ കണ്ടില്ലേ? ആരെങ്കിലും റോഡിൽ നിയമം പാലിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഇതെല്ലാം നമുക്കറിയാം. മോട്ടോർ വാഹന വകുപ്പിന്റെ പോലീസിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായും ജനങ്ങളെല്ലാം ട്രാഫിക് അവയർനെസ് കൂടുതൽ ബോധവാന്മാരായതുകൊണ്ടും നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഇന്ന് ഇതല്ല. എന്നാലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും റോഡില് ഇതാണ് സ്ഥിതി. അപ്പൊ അപകടങ്ങളുടെ സാധ്യത എന്താ നമുക്ക് ഈ വീഡിയോ വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. റോഡിലെ അപകടങ്ങളുടെ കണക്കെടുത്താല് നമുക്കറിയാം മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ടൂ വീലർ സെഗ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ അതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ ബോധവൽക്കരിക്കുന്നതും എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ഇല്ലാത്ത കേസുകൾ കൂടുതൽ പിടിക്കുന്നതിനൊക്കെ കാരണം നിങ്ങൾക്കറിയാം. ഇതാണ് ഇന്ത്യയിലെ USA കണക്ക് നോക്കിയാൽ USA ഒരു വർഷം അപകടങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല. USA ഒരു വർഷം 2,21,000 മേലെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ 1.5 ലക്ഷം അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഡെത്തിന്റെ കണക്ക് നോക്കിയാൽ ഇന്ത്യയിൽ വളരെ കൂടുതലാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനാലും നമ്മുടെ നാട്ടിൽ വളരെ അപകടം കൂടുതലാണ്. അപ്പൊ നമ്മൾ അപകടങ്ങൾ ഒഴിവാക്കേണ്ടത്, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആവശ്യകതയെ കുറിച്ചാണ് സ്ലൈഡ് നമ്മൾ കാണിക്കുന്നത്. കാൽനട യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് എടുത്തത്. ഇതിപ്പോ കുട്ടികളെ കൊണ്ടുപോകുന്ന അറ്റൻഡർമാര് വന്നിട്ടില്ലേ? അപ്പൊ നമ്മള് കുട്ടികളെ എപ്പോഴും വാഹനത്തിൽ നിന്ന് ഇറക്കി ഒരു കാരണവശാലും നമ്മൾ വാഹനത്തിന് മുന്നിലൂടെ കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. കാരണം എന്താണ്? വാഹനത്തിന് മുമ്പില് ബ്ലൈൻഡ് സ്പോട്ട്, ചിലപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് വാഹനം എടുക്കുകയാണെങ്കിൽ കുട്ടികളെ കാണാൻ സാധിക്കില്ല. എന്ത് വന്നാലും കുട്ടികളെ പുറകിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇടതുവശത്തായിട്ട് വേണം കുട്ടികളെ നടത്തിക്കുവാനായിട്ട്. നിരനിരയായിട്ട് ഒരിക്കലും നടക്കരുത്. നമ്മുടെ കുട്ടികളെ കയ്യിൽ പിടിച്ച് ഇടതുവശത്ത് കൂടി മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ബാഗുകൾ കൂടുതൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലിമിറ്റിന്റെ അപ്പുറത്തോട്ട് ബാഗുകൾ കാരണവശാലും എടുക്കരുത്. കാരണം എന്താണ്? നമുക്ക് കുട്ടികൾ പെട്ടെന്ന് ഓടുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയില്ല. അപകടം എങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കുന്ന ഒരു സ്ലൈഡാണിത്.
CCTV ദൃശ്യങ്ങളാണ്, റോഡുകളുടെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് റോഡ് എങ്ങനെ ക്രോസ് ചെയ്യാമെന്നതൊക്കെ നമ്മള് ഗൈഡൻസ് കിട്ടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ അപകടം. ആദ്യം റോഡിന്റെ ഏതെങ്കിലും സൈഡിലേക്ക് നോക്കിയോ? റോഡിന്റെ ഇടതുവശത്തേക്ക് നോക്കി വലതുവശത്തേക്ക് നോക്കി വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പെഡസ്ട്രിയൻ ക്രോസിംഗിലൂടെ മാത്രം നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. പക്ഷെ അവരെങ്ങനെയാണ് ക്രോസ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ സ്കൂളിൽ കുട്ടികളെക്കാട്ട് പോകുമ്പോൾ ഇതുപോലുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ വരാവുന്നതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കേണ്ടിയിരിക്കും. ഇത് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വാഹനത്തിൽ നിന്ന് പരസ്പര സംഭാഷണം, നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് വാഹനം ഓടിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടില്ല, ശരിയല്ലേ? മൊബൈൽ യൂസ് ചെയ്ത് വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിലാണോ കാര്യങ്ങൾ? നമ്മുടെ ശ്രദ്ധ മൊബൈൽ ഫോണിലായിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വാഹനത്തിൽ നിന്ന് കുട്ടികളോടോ അല്ലെങ്കിൽ അറ്റൻഡർമാരോടോ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിലും അപകടം. ചിലപ്പോൾ കുട്ടികളൊക്കെ വാഹനത്തിൽ നിന്ന് ബഹളം വയ്ക്കും, അല്ലേ? അപ്പൊ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് മാറിയാൽ എന്ത് സംഭവിക്കും എന്ന് കാണിക്കുന്ന ഒരു സ്ലൈഡാണിത്. ഇത് റോഡ് സൈഡിൽ നിന്ന് കുട്ടികൾ സൈക്കിളുമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് റോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏതായാലും 50 കിലോമീറ്റർ താഴെ നമ്മുടെ സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടില്ലേ? എങ്കിലും റോഡിന്റെ ഇരുവശത്തു നിന്നും കുട്ടികൾ വരുന്നോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികളായിട്ട് പോകുമ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഡ്രോപ്പ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചേട്ടന്മാരോ അനിയന്മാരോ ഇതുപോലെ സൈക്കിളിൽ വരാം, വന്നുകൂടെ? അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് നിമിഷം അപകടം മുമ്പിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സ്ലൈഡാണിത്. ഇതും നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഈ ഒരു സൈഡ് ഹൈഡ്രോപ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ അറിയോ? മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണ്ടേ? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബ്രേക്ക് കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? ടയറിന്റെ ഔട്ടർ ലെയറിന്റെയും റോഡിന്റെ ഔട്ടർ സർഫസിന്റെ ഇടയിൽ വെള്ളത്തിന്റെ ഒരു ലെയർ ഉണ്ടോ? ഇല്ലേ? അപ്പൊ പ്രോപ്പറായിട്ട് ഗ്രിപ്പില്ലാത്ത ടയറാണെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈഡ്രോപ്ലെയിനിങ് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ 2 വീലേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരാനുള്ള സാധ്യതയുണ്ട്. 2 വീലറിൽ പോകുന്നവർ നമ്മുടെ മുമ്പിലോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളാണെങ്കിലും നമ്മുടെ സ്പീഡ് ലിമിറ്റുള്ള വണ്ടി ആയാൽ വലിയ കുഴപ്പമില്ല. എങ്കിലും ടയർ ഗ്രിപ്പ്, ടയർ ഇപ്പൊ നമ്മളിന്ന് വണ്ടി ഇൻസ്പെക്ട് ചെയ്തപ്പോ ഓരോ വണ്ടിയുടെയും ടയർ ഡെപ്ത് 1.6 mm ആണ് നമ്മൾ വേണ്ടുന്ന TDI, ഫ്രണ്ട് വീൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഓരോ വണ്ടിയുടെ ടയർ ചെക്ക് ചെയ്തില്ലേ? അപ്പൊ ഒരു വണ്ടിയുടെ ടയർ അടുത്ത തന്നെ മാറ്റേണ്ടി വരുമെന്ന് ഞാൻ പറയണ്ടേ ഇന്ന് ചെക്ക് ചെയ്ത വാഹനങ്ങളിൽ. അപ്പൊ അത് റെയിനിങ് സീസണിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണിക്കുന്ന ഒരു സ്ലൈഡാണ്. അതായത് മഴ പെയ്യുമ്പോൾ വാഹനം സ്കിഡാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഹെൽമെറ്റ് വെക്കാത്തതിനെ കുറിച്ചുള്ള ബോധവൽക്കരിക്കുന്നതാണ്. അത് ഇതുമായിട്ട് റിലവന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇതും നമ്മൾ റോഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മള് 2 വീലർ റൈഡേഴ്സ് കൊട നിവർത്തി യാത്ര ചെയ്യുന്നത് കാറ്റടിച്ച് നമ്മൾ പോകുന്ന വാഹനത്തിന് മുമ്പിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയനാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം അത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ വാഹനങ്ങൾ 50 കിലോമീറ്റർ താഴെ സ്പീഡ് ലിമിറ്റ് ചെയ്തതിന്റെ കാരണം വ്യക്തമല്ലേ? ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? അമിത വേഗതയാണ്. ഒരു സൈഡ് ഞാൻ കാണിക്കാം. ഈ അപകടത്തിന് കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇൻഡിക്കേറ്റർ ഇടാതെ ടേൺ ചെയ്തു. ആ റോഡ് ശ്രദ്ധിച്ചോ? ആ റോഡിലെ ലൈൻ എങ്ങനെയാണ്? ലൈൻ മാർക്കിംഗ് എങ്ങനെയാണ്? അത് EIP ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ 10 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള, 5 വർഷത്തിൽ കൂടുതൽ ഹെവി ഡ്യൂട്ടി എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് അല്ലേ?
അപ്പൊ ആ റോഡിന്റെ ലൈൻ മാർക്കിംഗ് ശ്രദ്ധിച്ചോ? എന്താണ് ലൈൻ മാർക്കിംഗ് പ്രത്യേകത? അത് കണ്ടിന്യൂസ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡോട്ടഡ് ലൈൻ അല്ല. അവിടെ ഒരു കാരണവശാലും നമ്മൾ അതുപോലെ ഓടിക്കാൻ പാടില്ല. ആ ടൂ വീലർ ആണെങ്കിൽ അമിത വേഗതയിൽ വന്ന് കണ്ടിന്യൂസ് സ്ട്രെയിറ്റ് ലൈൻ ഭേദിച്ചു വന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഒരു കാരണം അമിത വേഗം മാത്രമല്ല, ലൈൻ ട്രാഫിക് പാലിക്കാതിരുന്നതും അതിൽ അപകട കാരണമാണ്. ഇൻഡിക്കേറ്റർ ഇട്ടില്ല എന്ന് പറഞ്ഞതും ശരിയാണ്. അമിത വേഗത നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. അപ്പൊ നമ്മള് സേഫ് ആയിട്ട് പോയാലും മറ്റു വാഹനങ്ങള് അമിത വേഗതയിൽ വന്ന് ഇരിക്കാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ റോഡിൽ ഡിഫൻസീവ് ഡ്രൈവിംഗ് കേട്ടിട്ടില്ലേ? ഡിഫൻസീവ് ഡ്രൈവിംഗ് പ്രാക്ടീസ് നമ്മൾ പാലിക്കേണ്ടതാണ്. അമിത വേഗത, ഓവർ സ്പീഡ് എന്തുകൊണ്ടാണ് ഇത്രയും കുഴപ്പക്കാരെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഓവർ സ്പീഡാണ് വാഹനങ്ങൾ അപകടത്തിലാണ് സാധ്യത കൂടുതലാന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അതായത് നമ്മൾ ഒരു അമിത വേഗത്തിൽ പോകുമ്പോൾ എതിരെ ഒരു വാഹനം വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്താൻ തീരുമാനിക്കുന്നില്ലേ? ആ തീരുമാനിച്ച് നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ എടുക്കുന്ന ഒരു സമയം അവിടെ ഒരു ലാഗ് ഉണ്ടാവും. അതുകൂടാണ്ട് വണ്ടിയുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി, ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നത് വണ്ടിയുടെ മെക്കാനിക്കൽ എഫിഷ്യൻസി, റോഡിന്റെ കണ്ടീഷൻ ഒക്കെ ഡിപ്പെൻഡന്റ് അല്ലേ? അപ്പൊ ആ ഒരു ഇത് രണ്ടും കൂടെ കൂടിയ ടൈമിലാണ് വാഹനം നിൽക്കുക എന്ന് പറയുന്നത്. അത് ഏകദേശം സ്പീഡ് കൂടുന്തോറും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ആ സ്ലൈഡ് കാണുമ്പോൾ വ്യക്തമാകും. കുറഞ്ഞ സ്പീഡിൽ വാഹനം പെട്ടെന്ന് നിൽക്കും, കൂടുതൽ സ്പീഡിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? അത് വണ്ടിയുടെ മെക്കാനിക്കൽ ബ്രേക്കിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി, ബ്രേക്കിന്റെ എഫിഷ്യൻസിയും നമ്മുടെ നമ്മൾ തിങ്ക് ചെയ്യുന്ന ലാഗ് ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിംഗ് റിയാക്ഷൻ ടൈം, അതും ഡിസ്റ്റൻസ് ട്രാവൽ ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക്, അത് ബ്രേക്കിന്റെ എഫിഷ്യൻസി, റോഡിന്റെ കണ്ടീഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് രണ്ടും കൂടിയ സമയത്ത് മാത്രമേ വാഹനം നിൽക്കുള്ളൂ. അപ്പോൾ ഓവർ സ്പീഡ് വാഹനം ഓടിച്ചാൽ വാഹനം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് അത്രയും കൂടിക്കൊണ്ടേയിരിക്കും. ഇത് അമിതവേഗത്തിന്റെ വേറൊരു കാരണമാണ്. നമുക്ക് നമ്മുടെ ആംഗിൾ ഓഫ് വിഷൻ ആണിത്. ആ റെഡിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? റെഡിൽ കാണിച്ചിരിക്കുന്നത് ചെറിയ ആംഗിളിലല്ലേ കാണുന്നുള്ളൂ, വലിയ ആംഗിളിൽ കാണില്ല, ചെറിയൊരു ആംഗിൾ മാത്രമേ ഉള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം 110 km/h പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയ എത്രയാണ്? നമുക്ക് 110 km പോകുമ്പോൾ സ്പീഡ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയ ആണ്. ഡാർക്ക് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ വാഹനം 50 km/h സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ സ്ലോ സ്പീഡിൽ പോകുമ്പോൾ സൈഡിൽ ഒരു പെഡസ്ട്രിയൻ നടക്കുന്നുണ്ടെങ്കിലോ ഒരാൾ സൈക്കിളിലോ അല്ലെങ്കിൽ ഒരു ടൂ വീലറിലോ നമ്മുടെ റോഡിലേക്ക് എൻ്റർ ആവുന്നുണ്ടെങ്കിലോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓവർ സ്പീഡിൽ പോകുമ്പോഴോ സ്പീഡ് കൂടുന്നതോ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് വിഷൻ അറ്റ് 0 km/h സ്പീഡാണ്. ഒരാൾ സൈക്കിൾ റൈഡ് ചെയ്യുന്നത് കാണുന്നില്ലേ? വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു സൈക്കിളിൽ ഒരാൾ പോകുന്നത് വ്യക്തമായിട്ട് കാണാം. 0 km വണ്ടി സ്റ്റേഷനറി, വണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോഴുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. സൈഡിൽ ഒരു പെഡസ്ട്രിയൻ നിൽക്കുന്നത് കാണുന്നില്ലേ? ഒരു ലേഡി ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് കാണുന്നില്ലേ? അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വിഷൻ അറ്റ് 100 km/h സ്പീഡിലുള്ളതാണ്. എന്താണ്? ആ സൈഡിലുള്ള കാഴ്ച ഭംഗിയില്ലേ? ആ സൈക്കിൾ യാത്രക്കാരനെ കാണുന്നുണ്ടോ? ഇല്ല. ആ യാത്രക്കാരൻ റോഡിലേക്ക് എൻ്റർ ആയാല് വാഹനം ഇടിച്ച് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൈഡിലുള്ള പെഡസ്ട്രിയനെ കാണുന്നുണ്ടോ? അവർ റോഡിലേക്ക് എൻ്റർ ആയാലും അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും. അപ്പൊ നമ്മള് എപ്പോഴും മിനിമം സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് അതുകൊണ്ടാണ് സ്കൂൾ ബസ്സൊക്കെ നമ്മള് സ്പീഡ് ലിമിറ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസ്കണക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്.
എന്താ കാരണം? ആ ടൂ വീലർ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്തു, ആ വാഹനത്തിന്റെ ലോറിയുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ വന്നു, ഡ്രൈവറുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ വന്നു. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ പറ്റാത്ത ഏരിയ. കാണാൻ പറ്റാത്ത ഏരിയയിൽ വന്ന് അപകടത്തിൽ കൂടിയുണ്ട്. നമ്മുടെ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഇതേ സാഹചര്യം വരില്ലേ? അപ്പൊ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നോക്കിയാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളതും ഇൻവിസിബിൾ ആയിട്ടുള്ളതും ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. വിസിബിൾ ആയിട്ടുള്ള ഏരിയ ടിക്ക് മാർക്ക്, ഗ്രീൻ മാർക്കിൽ കാണുന്നില്ലേ? ഇൻവിസിബിൾ ആയിട്ടുള്ള ഏരിയ മിററിൽ നമുക്ക് കിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ടൂ വീലർ റൈഡേഴ്സ് ഒക്കെ വരുന്നുണ്ടോന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മൾ എപ്പോഴും തല തിരിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. ഇത് ബ്ലൈൻഡ് സ്പോട്ട് മൾട്ടിപ്പിൾ ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇത് മാനന്തവാടി ടൗണിൽ നടന്ന ഒരു അപകടമാണ്. ഇത് ഈ സ്ലൈഡ് കാണിക്കാൻ കാരണം സ്കൂൾ കുട്ടികൾ ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്യരുത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സ്കൂൾ കുട്ടികൾ എപ്പോഴും ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും. ഹൈറ്റ് കുറവല്ലേ? ഇവര് ആ സ്ത്രീ സ്പോട്ടിൽ മരണപ്പെട്ടു. ഇത് മാനന്തവാടി ടൗണില് 2023-24 നടന്ന അപകടമാണ്. 23-24 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതെന്താണ് അപകടത്തിന്റെ കാരണം? ഈ ഇവര് റോഡ് ക്രോസ് ചെയ്യുന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടായിരുന്നു, സീബ്ര ക്രോസിംഗ് ഉണ്ടായിരുന്നു. സീബ്ര ക്രോസിംഗിൽ അവര് നോക്കിയിട്ടേ ഇല്ല. അവർ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇമ്മീഡിയറ്റ്ലി ആ വാഹനത്തിന്റെ തൊട്ട് മുന്നിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ഡ്രൈവർ ശ്രദ്ധിച്ചോ? ഡ്രൈവർ ഇന്റൻഷനലി താഴേക്ക് നോക്കേണ്ടിയിരുന്നു, പക്ഷെ ഡ്രൈവർ അത് നോക്കിയിട്ടില്ല. കാരണം എന്താണ്? ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ്, ഇപ്പൊ എന്റെ ബ്ലൈൻഡ് സ്പോട്ട് ഇതിന്റെ തൊട്ട് താഴെയുള്ള ആളെ എനിക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. ഈ ബോഡിന്റെ തൊട്ട് താഴെയുള്ള ആളെ എനിക്ക് കാണാൻ സാധിക്കില്ല. എനിക്ക് ദൂരെയുള്ളത് കാണാൻ സാധിക്കും. അപ്പൊ കുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ നമ്മൾ അറ്റൻഡൻസ് ക്രോസ് ചെയ്യുമ്പോൾ അവര് വാഹനത്തിന്റെ പുറകിലൂടെ മാത്രം ക്രോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ബ്ലൈൻഡ് സ്പോട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപകടത്തിന്റെ. അതുകൊണ്ട് മാത്രമാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അപ്പൊ ഈ അപകടം നമ്മുടെ നാട്ടിൽ നടന്നു തന്നെയാണ്, മാനന്തവാടി നടന്ന അപകടമാണ്. ഇത് ഞങ്ങൾ എൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ സ്കൂൾ ബസ് ഡ്രൈവേഴ്സിനെ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കാനുള്ള പരാതി കിട്ടുകയും പരാതി കിട്ടാതെ തന്നെ വാഹനം പോകുന്ന കണ്ടീഷൻ മനസ്സിലാക്കി ഞങ്ങൾക്ക് സംശയം തോന്നിയല്ല ഞങ്ങൾ ചേസ് ചെയ്തപ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഡ്രൈവർ ഓടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. അത് തുടർച്ചയായ പരിശോധന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻഫോഴ്സ്മെന്റ് ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ചാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിക്കുന്ന ഒരു സ്ലൈഡാണിത്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനം നമ്മുടെ നിയന്ത്രണത്തിലാണോ? നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാണോ? ഇതുകൊണ്ടാണ് ഒരു കാരണവശാലും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്നത്. നമ്മുടെ ബസ്സില് സീറ്റ് ബെൽറ്റ് ഉണ്ട് ഇല്ലേ? സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഈ എയർ ബാഗ് ഉള്ള വാഹനം തന്നെ SRS എയർ ബാഗ് എന്ന് പറയുമ്പോൾ എയർ ബാഗ് സപ്ലിമെന്ററി സിസ്റ്റം ആണ്. പ്രൈമറി സിസ്റ്റം എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ്. നമ്മൾ സീറ്റ് ബെൽറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യണ്ടേ? അപ്പോ അതുകൊണ്ട് സ്കൂൾ ബസ്സിലാണെങ്കിലും നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് സുരക്ഷിതം കിട്ടണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചേ മതിയാവും. അത് എയർ ബാഗ് പൊട്ടുന്ന ഒരു വീഡിയോ ആണ്, ഞാൻ സ്കിപ്പ് ചെയ്യാണ്.
ഇത് ജുവനൈൽ ഡ്രൈവിംഗ് ആണ്. ഈ നമ്മുടെ അതിനകത്തെ ടോപ്പിക്ക് റിലവന്റ് അല്ലാത്തതിനാൽ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മൾ ഒരു കാരണവശാലും വാലിഡ് ലൈസൻസ് എടുക്കുന്നവരെ കുട്ടികളെ വാഹനം ഓടിക്കാൻ അനുവദിക്കാതിരിക്കും. എന്തുകൊണ്ടാണ്? അതിൽ ഗാർഡിയൻസ് ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് ടു ബി ഹെൽഡ് ഗിൽറ്റി. കുട്ടികൾ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ വാഹന ഉടമകളാണ് അതില് തെറ്റുകാര്. ഫൈൻ RS 25,000 ഫൈൻ, 3 year ഇംപ്രിസൺമെന്റ്. ആർക്കാണ്? രക്ഷകർത്താക്കൾക്ക് വാഹന ഉടമയ്ക്കുമാണ് ശിക്ഷാ നടപടികൾ. രക്ഷകർത്താക്കൾക്കും വാഹന ഉടമകൾക്കാണ് ഉണ്ടാവുക. ക്യാൻസലേഷൻ ഓഫ് വെഹിക്കിൾ രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് ടിൽ ദ ഏജ് ഓഫ് 25. 25 വയസ്സ് വരെ ഡ്രൈവിംഗ് ലൈസൻസ് കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കില്ല. ഓവർ സ്പീഡ് റിലേറ്റഡ് ആണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കുട്ടികൾക്ക് റോഡ് സെൻസ് വളരെ കുറവാണ്. അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൽ നടന്നത് തന്നെയാണ്. വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ആ കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ? അതുകൊണ്ടാണ് അറ്റൻഡൻസ് കുട്ടികളെ നിർബന്ധമായിട്ടും വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ കൊണ്ട് റോഡ് ക്രോസ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം. ഇതും മാനന്തവാടി നടന്ന ആരോപണം തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട്? ഇത് ഡ്രൈവിംഗ് സ്കൂൾ ബസ് ഡ്രൈവേഴ്സ്, ALD ഡ്രൈവേഴ്സ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു അബദ്ധമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത്. ഞങ്ങൾ പല കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിലുള്ള സമയത്ത്. ശ്രദ്ധിക്കുക. ആ കുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വണ്ടിയോട് ചേർന്ന് വരികയാണ്. ആ രക്ഷകർത്താവ് ഫോണിലാണ്. ഇദ്ദേഹം ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റ് സർവീസിലുള്ള ഒരു എംപ്ലോയി ആണ്. കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കുട്ടിയാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. ഇത് പുസ്തകത്തിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു. 2024 നടന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ബസ് പഠിക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഫോണ് യൂസ് ചെയ്തതെന്ന് പറയുന്നതിന്റെ പ്രത്യേക കാരണം. ആ കുട്ടി സ്പോട്ടിൽ മരണപ്പെട്ടു. റോഡിന്റെ ഇടതുവശം ചേർന്ന് നടക്കരുതെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ അറ്റൻഡേഴ്സ് ഒക്കെ കുട്ടികളെ വീട്ടിലേക്ക് കടത്തിവിടുന്നത് എങ്ങനെയാണ് പോവുക? റോഡിന്റെ വലതുവശത്ത് കൂടെ മാത്രം കടത്തിവിടണം. കുട്ടികളെ തങ്ങളുടെ സുരക്ഷിത സ്ഥലത്ത് ഇടതുവശത്തായിട്ട് നിർത്തി വേണം കൊണ്ടുപോകാനായിട്ട്. നമ്മൾ റോഡിന്റെ സൈഡിൽ ഒരിക്കലും കുട്ടികളെ നിർത്തരുത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാലാവസ്ഥ വ്യതിയാനം നമ്മളിന്ന് വാഹനം പരിശോധിച്ചു. നമ്മളിന്ന് വാഹനം പരിശോധിച്ചു. വൈപ്പർ
അഴിച്ചു മാറ്റി ഒരു വൈപ്പർ 2 വൈപ്പറിന് സ്ഥലത്ത് ഒരു വൈപ്പർ മാത്രം ഒളിപ്പിച്ച് കൊണ്ടുവന്നൊരു വാഹനം ഉണ്ടായിരുന്നു. അത് വൈപ്പർ മാറിക്കൊണ്ടുവരാനായിട്ട് പറയണ്ടേ. എന്താണ് മഴക്കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് വൈപ്പർ എന്ന് പറയുന്നത്. നമുക്ക് കാഴ്ച ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കാഴ്ച കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ അപകടം ഉണ്ടായത്. അത് സ്കിഡിങ്, ഹൈഡ്രോപ്ലെയിനിങ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ടയറിന്റെ ത്രെഡ് ഇല്ലെങ്കിൽ, ടയറിന് ആവശ്യത്തിനുള്ള ത്രെഡ് ഇല്ലെങ്കിൽ ട്രെഡിനുള്ളിൽ വെള്ളം പാസ്സാവില്ല. അപ്പൊ ഇത് നമ്മൾ ഓയിലുള്ള സർഫസ് കൂടെ നടക്കുന്ന സെയിം എഫക്റ്റ് ആയിരിക്കും. നമ്മൾ സ്കിഡിങ് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സുഖമില്ലെങ്കിൽ നമ്മൾ ലീവ് എടുക്കുക. ഒരു കാരണവശാലും നമുക്ക് അസുഖമുള്ള അവസ്ഥയിൽ നമ്മൾ വാഹനം ഓടിക്കരുത്, പ്രത്യേകിച്ച് AV ഓടിക്കരുത്. കാരണം കുട്ടികളുടെ സൗണ്ട് കൊണ്ടൊക്കെ വാഹനത്തിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ. ഡിസ്ട്രാക്ഷൻ ഓഫ് ഡ്രൈവർ എന്ന് പറയുന്നത് അപകടത്തിന്റെ ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് അസുഖം കൂടി ഉണ്ടെങ്കിലോ നമുക്ക് തീരെ കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല. നമ്മൾ അസുഖമായി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കരുതെന്ന് കാണിക്കുന്ന ഒരു സ്ലൈഡാണത്. റോഡിൽ നമ്മളെ സഹായിക്കുന്ന സൈൻ ബോർഡുകൾ, ഇത് നിർബന്ധമല്ലേ? സൈൻ ബോർഡുകൾ നിർബന്ധമല്ലേ? സ്കൂൾ സോണില് എന്തൊക്കെ വേണമെന്ന് പറയും? സ്കൂൾ സോണില് നമ്മള് റോഡ് ഡീറ്റെയിൽസ് NH ആണെങ്കിലും അല്ലെങ്കിലും NH-ലാണെങ്കിലും പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. അപ്പൊ റോഡ് മാർക്കിംഗ് നിർബന്ധമാണ് സ്കൂൾ സോണില്. അതുപോലെ തന്നെ സ്കൂൾ സോൺ ബോർഡ്, 2 സൈഡിൽ സ്കൂൾ സോൺ ബോർഡ് നിർബന്ധമാണ്. പെഡസ്ട്രിയൻ ക്രോസിംഗ് മാർക്കിംഗ് നിർബന്ധമാണ്. അതുപോലെ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇൻഡിക്കേറ്റിംഗ് ബോർഡ്സ് നിർബന്ധമാണ്. സ്പീഡ് ലിമിറ്റിംഗ് ബോർഡ്സ് നിർബന്ധമാണ്. ഇത്രയും സാധനങ്ങൾ സ്കൂൾ സോണിൽ ഇല്ലെങ്കിൽ അത് വെക്കാൻ നിങ്ങൾക്ക് സ്കൂൾ അധികൃതർ മുഖേന PWDയോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് നിയമലംഘനം കുറയ്ക്കാൻ പരിശോധന, നമ്മളിപ്പോ മോട്ടോർ വാഹനം പരിശോധിക്കുമ്പോൾ പിഴ കൂടുതലാണെന്നുകൊണ്ട് എല്ലാവരും തർക്കിക്കാൻ വരില്ലേ? സംഭവം ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന രാജ്യത്തെ പിഴയാണ്. ഈ തുക കണ്ടാൽ നമ്മൾ ഞെട്ടും. നമ്മൾ ചാർജ് ചെയ്യുന്ന തുക ഒന്നുമല്ലാന്ന് കാണിക്കുന്ന സ്ലൈഡാണ്. ഈ ഒരു വീഡിയോ നോക്കുക. ന്യൂയോർക്കിലെ രാവിലെ 8:30 ഈ സമയം നമ്മുടെ അട്ടർനാലിൽ പമ്പ് ചെയ്ത് കയറുന്ന ഒരു സമയമാണ്. നമ്മൾ കുളിച്ചോ കഴിച്ചോ നമുക്ക് പോകണ സമയം ഓഫീസുമായി തൂക്കിയെടുത്തുകൊണ്ട് സിഗ്നൽ ലൈറ്റ് യെല്ലോ സിഗ്നൽ നിന്ന് റെഡ് സിഗ്നൽ ആണ് തൊട്ട് മുമ്പുള്ള ഒറ്റ സെക്കൻഡ് സിഗ്നൽ പാസ് ചെയ്ത് പാഞ്ഞു പോകുന്ന സമയമാണ്. കാരണം ഓഫീസ് ടൈം എന്ന് പറഞ്ഞാൽ 9 മണി മുതൽ 5 മണി വരെയാണ്. എല്ലാവരും പാഞ്ഞു പോകുന്ന ഈ സമയത്ത് ഞാനിപ്പോൾ റോഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ മുന്നിലുള്ള ഒരു വണ്ടി, പുറകിലുള്ള വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം ഈ സ്കൂൾ ബസ്സാണ്. സ്കൂൾ ബസ് നമ്മുടെ മുമ്പിൽ നിർത്തി കുട്ടികളൊക്കെ എത്തുന്ന സമയത്ത് അവരുടെ സ്റ്റോപ്പ് സിഗ്നൽ വെളിയിലേക്ക് കാണിക്കും. ആ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് പാസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. 2 വശത്തു നിന്നുള്ള വണ്ടികൾ സ്റ്റോപ്പ് ചെയ്തിടണം. പേരൻസ് കുട്ടികളെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി കുട്ടികൾ ബസ്സിന്റെ സീറ്റിലിരുന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് എല്ലാം റെഡിയാണ് എന്ന് മേക്ക്
എൻഷുർ ചെയ്തതിനു ശേഷം ഡ്രൈവർ ആ സ്റ്റോപ്പ് സിഗ്നൽ പിൻവലിച്ചതിന് ശേഷം മാത്രമേ വണ്ടികൾ കയറി പോകുന്നതിനുള്ള റൈറ്റുള്ളൂ. അല്ലെങ്കിൽ ഫൈൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നല്ല ഫൈനാണ്. ആ ദിവസം പണിക്ക് പോയ കാശ് മൊത്തം ഫൈനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു വീഡിയോ ഉണ്ടല്ലേ, മറ്റു വിദേശ രാജ്യങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് എത്രമാത്രം ശ്രദ്ധയോടെയാണ് കൊണ്ടുപോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടതാണ്. നമ്മുടെ നാട്ടിൽ സ്കൂൾ ബസ്സിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് റോഡിൽ കിട്ടുന്നുണ്ടോ? മറ്റു വാഹനങ്ങള് സൈഡ് വരുന്നുണ്ടോ? ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ റോഡിൽ സ്ഥിരമായതിനാൽ തന്നെ നമ്മൾ കൂടുതൽ വിജിലന്റ് ആയിരിക്കണം. ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്ത് ജൂറിസ്ഡിക്ഷനിൽ നടന്ന അപകടങ്ങളുടെ ഒരു കണക്കാണ്. അതായത് നമ്മൾ ഹെഡ് ഓൺ പൊസിഷൻ നേരത്തെ നേരെ വാഹനം ഇടിച്ച കേസുകൾ, നമ്മൾ നമ്പർ ഇവിടെ പ്രസക്തമല്ല, അത് കൂടുതലും ഇംപ്രോപ്പർ പാസിംഗ്, ഡ്രൈവിംഗ് ദ റോങ് വേ, ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിംഗ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് വ്യൂ, ഒബ്സ്ട്രക്ഷൻ ഓഫ് പെഡസ്ട്രിയൻസ് ഡ്യൂ ടു ഓവർഗ്രൗണ്ട് വെജിറ്റേഷൻ, ഈ കാരണങ്ങളാൽ ഇതേ സാഹചര്യം ഇവിടെ പ്രസക്തമാണ്. ഓവർഗ്രൗണ്ട് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ കാട് കയറിയതുകൊണ്ട് ഡ്രൈവർക്ക് വ്യക്തമായിട്ട് കാഴ്ച മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത്തരം കേസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യിച്ച് നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ സൈഡ് ബാക്ക് എന്നാണ് ഹിറ്റ് ഫ്രം സൈഡ്. അതെന്താണ്? സൈഡ് റോഡിൽ നിന്ന് പെട്ടെന്ന് കയറി വരുന്ന വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ ഇമ്മീഡിയറ്റ്ലി കയറി വരും. നമ്മൾ മെയിൻ റോഡിൽ പോകുമ്പോൾ അവര് സ്റ്റോപ്പ് ചെയ്യാൻ പ്രതീക്ഷിച്ച് നമ്മൾ പോകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പൊ സൈഡ് ബാക്ക് സാധ്യത കൂടും. അതുപോലെ ഹിറ്റ് പെഡസ്ട്രിയൻസ്, അത് വീതി കുറഞ്ഞ റോഡിൽ എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് പെഡസ്ട്രിയൻ ഹിറ്റ്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹിറ്റ് ഫ്രം റിയർ, അതെന്തുകൊണ്ടാണ്? പുറകിൽ നിന്ന് വേണ്ടി. എന്തുകൊണ്ടാണ്? ടെയിൽ ഗേറ്റിംഗ്, അതാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞില്ലേ. നമ്മളൊരു വാഹനത്തിനോട് ചേർന്ന് തൊട്ട് പുറകെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടെയിൽ ഗേറ്റിംഗ്, അത് ഹിറ്റ് ഫ്രം റിയറും, അത് 2 വർഷത്തെ ഡാറ്റയാണ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഏരിയയിലാണ്. അവിടെ അതും മലയോര മേഖലയാണ്, വയനാടാണ്. ഇരട്ടിയിൽ ഇവിടെ പ്രസക്തമാണ്. അതേ സാഹചര്യം തന്നെ ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. റൺ ഓഫ് ദ റോഡ്, അതെന്താണ്? നോട്ട് ഫോളോവിംഗ് ലൈൻ ട്രാഫിക്, ലെസ് വിഡ്ത് ഓഫ് റോഡ്. ലൈൻ ട്രാഫിക് പാലിക്കാത്തതിനാലും റോഡിന് വീതി കുറഞ്ഞതിനാലും, അതുപോലെ തന്നെ വേറെ ഒരു കാരണം വെച്ചാൽ ഓവർടേൺ ക്യാപ്സൈസ്ഡ്, അതായത് ചെറിയ റോഡിൽ നമ്മൾ ഓവർടേൺ ചെയ്തതുകൊണ്ട് വാഹനം തലകുത്തി പറയുന്ന സാഹചര്യം, ഓവർ സ്പീഡിൽ പോയി ടേൺ എടുത്തപ്പോൾ വാഹനം തലകുത്തി പറയുന്ന സാഹചര്യം. വേറെ ഇതെന്ന് വെച്ചാൽ ആനിമൽ ഇന്റർഫറൻസ്, അത് ഇവിടെ അത്ര പ്രസക്തമല്ല. പിന്നെയുള്ളത് സ്റ്റേഷനറി ഒബ്ജക്ട്, റോഡിന്റെ സൈഡിൽ തന്നെ എന്താണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ്, അതുപോലെ മരങ്ങൾ. ഈ മരങ്ങൾ ഇവിടെയുണ്ട്, ഇരട്ടിയിലും വളരെ ധാരാളമുണ്ട്, ഈ ഏരിയയിലും വളരെ ധാരാളം മരങ്ങളുണ്ട് റോഡ് സൈഡിൽ. അപ്പൊ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ അവിടെ നടന്ന അപകടങ്ങളുടെ വീഡിയോസ് ആണ്, സൈഡുകളാണ്.
അപ്പൊ ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ഡ്രൈവർമാരാണോ? അല്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അപകടം ഉണ്ടാകുന്നുണ്ട്? റോഡിന്റെ എഞ്ചിനീയറിംഗ് ഇല്ലേ? റോഡിന്റെ എഞ്ചിനീയറിംഗ് ഡിഫക്റ്റുകൾ കൊണ്ട് അപകടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡ്രൈവർമാരുടെ അവയർനെസ് പ്രോഗ്രാമിന്റെ കുറവ് കൊണ്ട് അപകടം ഉണ്ടാകുന്നുണ്ട്. എൻഫോഴ്സ്മെന്റിന്റെ കുറവ് കൊണ്ട് അപകടം ഉണ്ടാകുന്നില്ലേ? യൂത്തൊക്കെ വാഹനം എടുത്ത് ചീറിപ്പാഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾ ഇടിച്ചു കയറുന്നില്ലേ? അതിൽ എൻഫോഴ്സ്മെന്റിന്റെ അഭാവം മൂലം വേണം നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ നമുക്ക് അപകടം കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഡ്രൈവർമാരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അപകടം കുറയോ? ഇല്ല. റോഡിന്റെ എഞ്ചിനീയറിംഗ് ഡിഫക്റ്റ് കൊണ്ടുള്ള അപകടം നമുക്ക് ഡ്രൈവർമാരുടെ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്താല് കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻഫോഴ്സ്മെന്റ്, എഞ്ചിനീയറിംഗ്, എഡ്യൂക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് അപകടം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സേഫ് റോഡ്, സേഫ് സ്പീഡ്, സേഫ് വെഹിക്കിൾ, സേഫ് റോഡ് യൂസേഴ്സ്, പോസ്റ്റ് ക്രാഷ് മാനേജ്മെന്റ്, ഇതെല്ലാം ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അപകടം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. വേറൊരു പോയിന്റ് എന്ന് വെച്ചാല് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പീക്ക് ടൈമിൽ റോഡ് ബ്ലോക്ക്, സ്കൂൾ ബസ്സുകൾ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു പീക്ക് ടൈമിൽ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂൾ ബസ് മെയിൻ ആയിട്ട് കൊണ്ടുപോയിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്തും. ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ബസ്സുകാർ എന്തായിരിക്കുന്നത്, ബസ്സുകാര് ലൈൻ ബസ് അവർക്ക് ടൈം പാലിച്ച് പോകേണ്ടതാണ്. അപ്പൊ അവര് അതിനെ സൈഡിൽ കൂടെ കയറ്റി അവരെ മുന്നോട്ട് കയറ്റി നിർത്തും. അങ്ങനെ മൊത്തം ട്രാഫിക് ബ്ലോക്ക് ആക്കും. അപ്പൊ സ്കൂൾ ബസ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓരോ കുട്ടിയുടെ വീടിന് മുമ്പിൽ നമുക്ക് അതായത് നിർത്തുന്ന സ്റ്റോപ്പ് ഉണ്ടാവും അല്ലെ? ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്തായാലും ഒരു 50 മീറ്റർ എങ്കിലും മാറിയേ സ്കൂൾ ബസ് നിർത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്കൂൾ സോണില് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നെ, സ്കൂൾ സോണിൽ റോഡ് മാർക്കിംഗ്, സ്കൂൾ സോൺ ബോർഡ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് മാർക്കിംഗ്. കാരണം കുട്ടികളെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ക്രോസ് ചെയ്യണം. പെഡസ്ട്രിയൻ ക്രോസിംഗ് മാർക്കിംഗ് വേണ്ടേ? പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇൻഡിക്കേറ്റിംഗ് ബോർഡ്, സ്പീഡ് ലിമിറ്റിംഗ് ബോർഡ്, ഇതൊന്നും സ്കൂൾ സോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ നിങ്ങളും അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം, സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നമുക്ക് PWDയോട് പറഞ്ഞ് അത് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ പറയാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. കുറച്ച് സ്ലൈഡുകൾ ഞാൻ സമയക്കുറവ് കൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്ര നേരം എന്നെ ശ്രമിച്ചതിന് എല്ലാവർക്കും നന്ദി. എൻ്റെ സഹപ്രവർത്തകരെ കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന ഡ്രൈവേഴ്സിനും എല്ലാവർക്കും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.